കുട്ടി ഇങ്ങനെ മൊബൈലുമായിട്ട് നോക്കി നിൽക്കുക. വാപ്പ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ മൊബൈലുമായി കാത്തു നിൽക്കുന്നു. വാപ്പ അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് പടച്ചോനെ അത്തഹയ്യാത്തിൽ ഓതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ കുഞ്ഞ് ഓടി വന്നിട്ട് ഫിംഗർ പ്രിന്റ് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഓടുക. ആ കുട്ടി ഓടി വന്നിട്ട് വാപ്പ അങ്ങനെ കൈയങ്ങട്ട് നീട്ടിയപ്പോൾ മൊബൈൽ കൊണ്ടുവന്ന് അതീ വെച്ച് ഓണാക്കി ചിരിച്ചുകൊണ്ട് ഓടുന്നു അല്ലേ? ഈ വീഡിയോ പിടിച്ച ആ തള്ള ആരായിരിക്കും? നിങ്ങളൊന്ന് ആലോചിക്കേ. സുബ്ഹാൻ, ഞാനതാ ചിന്തിച്ചേ. ഞാൻ ചിന്തിച്ചത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ അത്തഹിയ്യാത്തിലിരിക്കുന്ന പിതാവിന്റെ കയ്യിൽ കതും അല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്കർഹൻ അല്ലാഹു ആണെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടുമ്പോൾ ഓടിക്കൊണ്ട് വന്നിട്ട് പോവാ. ഈ വീഡിയോ പിടിക്കണ ആരാ? ഈ വീഡിയോ വിളിക്കണ ഒരു മഹാനുണ്ടല്ലോ, അതാ ചിന്തിക്കേണ്ടത്. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അത് പിടിച്ചിട്ട് യൂട്യൂബിൽ എടുത്തിടണമെങ്കിൽ അത് അതിനേക്കാളും വലിയ ഈമാൻ. ജംറയിൽ ചെന്ന് കല്ലെറിയുമ്പോൾ ശൈത്താനെയാ കല്ലെറിയുന്നത്. ശൈത്താൻ ചോദിക്കുന്നു, അളിയ നീ എന്നെ എറിയുന്നോടാണ്. ഇതേപോലെ ചോദിക്കണം, ഇതിൽ ആരാ ഏറ്റവും വലിയ ശൈത്താൻ? നിസ്കരിക്കുന്നവനോ മൊബൈലും കൊണ്ടുവന്ന് കാത്തു നിൽക്കുന്ന കുട്ടിയോ, അതോ ഇത് പിടിച്ച് മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മയോ, അതോ ഇത് യൂട്യൂബിലിട്ട ആരാണെങ്കിലും ആരോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പലതിനേക്കാളും ഒന്നിനേക്കാളും മിച്ചമായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 40 ദിവസം കടന്നു പോകരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ 40 ദിവസത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. 40 ദിവസമൊന്നുമല്ല, മാക്സിമമാണ് പറയുന്നത്. എത്ര നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ വൃത്തിയും ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു നല്ല രീതിയിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല അനസുന وقت لنا في القص الشارب وتقليم الأظفار ونتف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസേ നീ നിന്റെ മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ 40 രാത്രികളിൽ അധികം വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മീശ വെട്ടുക, നഖം മുറിക്കുക. നമ്മൾ മീശ വടിക്കുക ചെയ്യുന്നത്. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കുക, 40 രാത്രികൾ വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 40 ദിവസം വിട്ടുകിടക്കാൻ പാടില്ല എന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഖം നീട്ടി വളർത്തൽ അനുവദനീയമല്ല. കാരണം നബി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വലിയ തെളിവുകളൊന്നും ചോദിച്ചു പോകണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവിടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും പ്രവാചകൻ താടി വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തല്ലേ? മനുഷ്യ താടി വളർത്തൽ സുന്നത്താണോ? സുന്നത്താണോ? വെട്ടാതെ വളർത്തിക്കൊണ്ട് നടക്കാൻ പറഞ്ഞോ? താടി വളർത്തൽ സുന്നത്ത എന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നീട്ടി വളർത്താൻ തുടങ്ങിയ ഒന്ന് വെട്ടി വൃത്തിയാക്കണ്ടേ? അപ്പോൾ ഒന്ന് ശുദ്ധിയാക്കണമല്ലോ, അതൊക്കെ വേണം. മീശ അത് വെട്ടണം, വളർത്തിക്കൊണ്ട്. ചിലരുടെയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റി. ആ കാട്ടിയുള്ള ചങ്ങാതി ഉണ്ടായിരുന്നില്ല തമിഴ്നാട്ടിൽ, വീരപ്പനെ കണ്ടിട്ടില്ലേ? ചിലരുടെ മീശ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കാൻ. ഇതൊക്കെ വെട്ടി വെക്കണ സഹോദരൻ. മീശയൊക്കെ വെട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ 40 ദിവസത്തിൽ കൂടുതൽ അത് കൊണ്ടു നടക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പെണ്ണുങ്ങൾ പഠിക്കണം. നമ്മുടെ സഹോദരിമാർ അവരെ കൈയുടെ നഖം മുറിക്കാതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ നഖത്തിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പല മരുന്നുകളൊക്കെ ചേർക്കാറുണ്ട്. ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കൊച്ചുകുട്ടികളൊക്കെ, ചെറിയ മക്കളൊക്കെ എന്താ നഖത്തിലിടുന്നതിൻ്റെ പേരെന്താ? ഇതൊക്കെ ഇപ്പം അതൊന്നും ഇല്ലല്ലോ, വേറെന്തോ സാധനങ്ങളാ അല്ലേ? ഇങ്ങനെ ഇളക്കി കളയാൻ പറ്റുന്ന സാധനം. മൈലാഞ്ചിയൊക്കെ ആരാണ്? അതുപോലെ കല്യാണം പറയണം മൈലാഞ്ചിയൊക്കെ ഇടുന്നെങ്കിൽ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നങ്ങനെയുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ ആലിച്ചു നോക്കിക്കേ. ഇവരൊക്കെ ജനാബത്തായി കുളിച്ച ശരിയാവോ? ഉളുവെടുത്ത ശരിയാകുമോ? ഒന്ന് ആലിച്ചു വയ്ക്കുക. ഒരു കാര്യവും അമലുകളൊന്നും നല്ല രീതിയിൽ ശരിയാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ചില സ്ത്രീകൾ ഭംഗിക്ക് വേണ്ടി നഖം മുറിക്കാതെ 40 ദിവസത്തിലധികം ഇതിങ്ങനെ തേച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷെ മഹാനായ ശൈഖ് ഇബ്നുൽ ഖൗസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് അനുവദനീയമല്ല. 40 ദിവസം പൂർത്തിയായാൽ നഖം മുറിക്കൽ വാജിബാണെന്ന മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നഖം വെട്ടുന്നതിന് പ്രത്യേകമായിട്ട് വല്ല ദിവസവും ഉണ്ടോ? ഇന്ന ദിവസം നഖം വെട്ടണമെന്നുണ്ടോ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക, അത്ര തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. നേരത്തെ കുളിച്ച് അല്ലെ നല്ല വസ്ത്രം ധരിച്ച് തലയിൽ എണ്ണ തേച്ച് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അൽഹംദുലില്ലാഹ് ആ ജുമുഅ ദിവസത്തിനെ ആദരിക്കുക, ആ ജുമുഅ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. അതിന് വലിയ പ്രതിഫലമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മര്യാദകളെ കുറിച്ച്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ അദബുകളെ കുറിച്ച് പ്രവാചകനെ പടന്ന് പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കുളിക്കണേ, തലയിൽ എണ്ണ തേക്കണം, എന്നിട്ട് നിങ്ങൾ കുളിക്കണം, എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കണം, നിങ്ങൾ സുഗന്ധം തേക്കണം. പടച്ചവനെ, അതിന് വല്ലാത്ത പ്രതിഫലമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്, വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ വെറുതെ കാണരുത്, നിങ്ങൾ നിസ്സാരമായി കാണരുത്. പടച്ചവനെ, ചിലരതാ നഖം വെട്ടിക്കഴിഞ്ഞാൽ കടിച്ച് തിന്നുന്നവരുണ്ട്, കടിച്ചു തുപ്പുന്നവരുണ്ട്, ആ നഖം കുടിച്ചിടുന്നവരുണ്ട്, പടച്ചവനെ അല്ലാതെ വലിച്ചെറിയുന്നവരുണ്ട്. അതിനോടുള്ള കാര്യങ്ങൾ പലതും ഞാനും നിങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ മഹത്വം നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. എങ്കിലും സുന്നത്ത് വെറുതെയല്ല, സുന്നത്ത് ചെറുതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും അന്നാരെങ്കിലും എൻ്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, 100 ഷഹീദിന്റെ കൂലിയാണ് പ്രവാചകന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്നതിലൂടെ അതാ നമുക്ക് നേടാൻ കഴിയുന്നതെന്ന് മുത്തുനബി പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം അറിയണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എവിടെ നിന്നാണ് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുന്നത്? അത് സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ, അത് സ്വർഗത്തിന്റെ പരിമളമാണ് നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, സ്വർഗ്ഗത്തിന്റെ പരിമളം എവിടെ നിന്നാണ് അടിച്ചു വീശുന്നത്? സ്വർഗ്ഗത്തിന്റെ പരിമളം എവിടെ നിന്നാണ് അടിച്ചു വീശുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് നബിയേ. ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ. ആരുടെ ഖബറെന്നറിയുമോ? ആരുടെ ഖബറെന്നറിയുമോ? ഒരു പെണ്ണിന്റെ ഖബറാ. പടച്ചവനെ, ആ ഖബറിന്റെ അകത്ത് നിന്ന്, ഒരു പെണ്ണിന്റെയും മക്കളുടെയും ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. റബ്ബേ, എന്തേ കാരണമെന്നറിയുമോ? ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശാനുള്ള കാരണം എന്താ? അതാരുടെ ഖബറെന്നറിയുമോ? റബ്ബേ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ ഒരു പെണ്ണിന്റെ ഖബറാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ പ്രവാചകനായി അംഗീകരിച്ചു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ചു. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, പെണ്ണേ,